പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവരെയും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളേവരെയും ഈ സന്ധ്യാസമയം അനുഗ്രഹിക്കുമാറാകട്ടെ. യിരെമ്യാ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചത്. യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? വിശ്വസ്തത നോക്കുന്ന ഒരു ദൈവം, എ ഗാഡ് ഹു ഈസ് ലുക്കിംഗ് ഫോർ ഫെയ്ത്ത്ഫുൾനെസ്. അതിൻ്റെ തന്നെ അടുത്ത ഭാഗമായിട്ട് ഇന്നത്തെ ഈ വചനം പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. അതിൻ്റെ 1-ാം ഭാഗമാണ് കഴിഞ്ഞ തവണ നമ്മൾ ചിന്തിച്ചത്. നമ്മൾ ഇപ്രകാരം ചിന്തിക്കുകയുണ്ടായി, ദൈവം തൻ്റെ കുഞ്ഞുങ്ങളിൽ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യം, തന്നിൽ ആശ്രയിക്കുന്നവർ, തൻ്റെ കുഞ്ഞുങ്ങൾ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. അതിന് കാരണം ദൈവം പറയുന്നു, ആമേൻ, ഞാൻ വിശ്വസ്തനാണ്. 2 തിമോത്തി 2:13 നമ്മൾ വായിച്ചതായിരുന്നു. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി കൂടെ പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ആമേൻ. വാക്കുമാറുന്ന, സമയം മാറ്റി പറയുന്ന, തരാമെന്ന് പറഞ്ഞ് തരാതിരിക്കുന്ന, വഞ്ചിക്കുന്ന, ചീറ്റ് ചെയ്യുന്ന, ചതിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ പരിചയപ്പെട്ട ദൈവം. ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളോട് പറഞ്ഞത് അതുപോലെ നിവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. അതുകൊണ്ട് നമ്മളോട് കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം വിശ്വസ്തരായിരിക്കണം. ഒന്ന്, തൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ ഫുൾഫില്ലിംഗ് ഹിസ് പ്രോമിസസ്. 2, നമ്മളെ ഉറപ്പിക്കുന്നതിലും, വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിലും, നമ്മളെ നിർത്തുന്നതിലും കാക്കുന്നതിലൊക്കെ അവൻ വിശ്വസ്തനാണ്. ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് ഗാർഡിങ് അസ്. അടുത്ത, നമ്മളോട് പാപങ്ങളെ ക്ഷമിക്കുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ ഫൊർഗീവിംഗ് അവർ സിൻസ്. നമുക്ക് കഴിയുന്ന നിയമത്തെ പരീക്ഷ അനുവദിക്കാത്തതിലും പരീക്ഷയോടുകൂടെ പോക്കുവഴിയും തരാനും അവൻ വിശ്വസ്തനാണ്. ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ ഓൾ അവർ ടെംപ്റ്റേഷൻസ്. പിന്നെ അവസാനമായി നമ്മൾ ചിന്തിച്ചത്, നമ്മെ സൂക്ഷിക്കുന്നതിൽ അവൻ വിശ്വസ്തൻ. ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ പ്രിസർവിംഗ് അസ്. ആമേൻ. ഹല്ലേലൂയ. എന്നുവരെ, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നവരെ, അതല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ. യൂദയുടെ ലേഖനം 24-ാം വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, വീഴാതോടെ നമ്മളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മളെ അല്പമായി 2 വ്യക്തിത്വങ്ങളെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ശ്രമിച്ചു. ഒന്ന് പഴയ നിയമത്തിൽ നിന്നും, മറ്റൊന്ന് പുതിയ നിയമത്തിൽ നിന്നും. പഴയ നിയമത്തിൽ നാം പഠിക്കുവാൻ ആഗ്രഹിച്ച വ്യക്തി മോശയാണ്. ആമേൻ. എബ്രായ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 6 വരെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. 1 മോശ, 2 യേശു കർത്താവ്. ഈ 2 വ്യക്തിത്വങ്ങളെയാണ് നാം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 2-ാം വാക്യം പറയുന്നു, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ആമേൻ. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പിന്നീട് വായിക്കാം. ആമേൻ. അപ്പോൾ മോശയുടെ വിശ്വസ്തതയെക്കുറിച്ച് നമ്മൾ അല്പമായിട്ട് ചിന്തിച്ചായിരുന്നു. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ യഹോവ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ദാസനായ മോശയും അങ്ങനെയല്ല, അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. ആമേൻ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ കണ്ണോടിക്കുമ്പോൾ 24 തൊട്ടുള്ള വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിച്ചിട്ട് പിന്നീട് അത് പറയാം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്ന തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്ന നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു.
വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തെളിയും ആചരിച്ചു. പെട്ടെന്ന് മോശയുടെ കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞിട്ട് യേശുവിൻ്റെ ആ ടോപ്പിക്കിലേക്ക് പോകാം. ഏതെല്ലാം മേഖലകളിലാണ് മോശ വിശ്വസ്തത പാലിച്ചത്? നമ്മൾ വചനം പരിശോധിക്കുമ്പോൾ ഏകദേശം 12 കാര്യങ്ങളിൽ മോശ വിശ്വസ്തത പാലിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, തന്നെ നിയമിച്ചാക്കിയവന് മോശ വിശ്വസ്തനായിരുന്നു. ആമേൻ. തന്നെ ഒരു ജോലി ഏൽപ്പിച്ച ഒരാളുണ്ടെന്ന് മോശയ്ക്ക് നന്നായിട്ട് അറിയാം. താൻ ഒരു പൈതലായിരുന്നപ്പോൾ ഈ ലോകത്തു നിന്നും മാറ്റപ്പെടേണ്ടവനായിരുന്നു. ഫറവോന്റെ സമയത്തുണ്ടായിരുന്ന എല്ലാ എബ്രായ പൈതങ്ങളിലും ആൺകുഞ്ഞുങ്ങളെ എല്ലാം കൊന്നൊടുക്കുക, അല്ലെങ്കിൽ നൈൽ നദിയിൽ ഒഴുക്കിക്കളയണമെന്ന നിയമമുണ്ടായിരുന്നു. അങ്ങനെ മോശയുടെ സമയങ്ങളിൽ ഉണ്ടായിരുന്ന സകല ആൺകുഞ്ഞുങ്ങളെയും, എബ്രായർക്ക് ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും നൈൽ നദിയിൽ ഒഴുക്കിക്കളയണം, അഥവാ കൊന്നുകളയണമെന്ന് ഫറവോൻ ആജ്ഞ പുറപ്പെടുവിച്ചു. ആ ആജ്ഞ എല്ലാവരും നിവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അനേക മാതാപിതാക്കൾക്ക് തങ്ങളുടെ ആൺകുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ മോശ എന്ന കുഞ്ഞ്, ഏത് വ്യക്തി മോശയെ കൊല്ലുവാൻ നിഗ്രഹിപ്പാനായിട്ട് ചട്ടം കൂട്ടിയോ, പ്ലാനുകൾ പദ്ധതികൾ മെനഞ്ഞോ, അതേ വ്യക്തിയുടെ അധികാരത്തോട് തന്നെ മോശയുടെ തന്നെ സ്വന്തം അമ്മയാൽ വളർത്തപ്പെടുവാനായിട്ടും, മോശയുടെ അമ്മയ്ക്ക് അവനെ വളർത്തുന്നതിന് ശമ്പളം വാങ്ങി കൊട്ടാരത്തിലെ എല്ലാ പരിചാരണവും കൊട്ടാരത്തിലെ എല്ലാ സൗകര്യങ്ങളും ലഭിച്ച് അവന് വളർത്തപ്പെടുവാൻ ഇടയായി എന്നുള്ളതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയും ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട് പ്രിയപ്പെട്ടവരെ. ആമേൻ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ രാത്രി നമ്മളെ ആരാണ് ഈ ലോകത്തിലാക്കി വെച്ചത്? ആരാ നമ്മളെ ശുശ്രൂഷ ഏൽപ്പിച്ചത്? ആരാ നമ്മളെ കുടുംബജീവിതം ഏൽപ്പിച്ചത്? ആരാ നമ്മളെ ജോലി ഏൽപ്പിച്ചത്? ആരാ നമ്മളെ സമൂഹത്തിലെ ഈ പദവികളൊക്കെ നൽകിയത്? എല്ലാത്തിൻ്റെയും പുറകിൽ ഒരേ ഒരു ഉത്തരം മാത്രം: നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ ഇഷ്ടപ്പെടുന്ന, നമ്മെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവം, സ്നേഹവാനാ ദൈവം. ആമേൻ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 22-23 വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്: നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവൻ്റെ കരുണയാകുന്നു. അവൻ്റെ വിശ്വസ്തത അത് മേഘങ്ങളോളം വലുതാണ്. രാവിലെ തോറും പുതിയ കരുണ നമുക്ക് ലഭിക്കും. ആമേൻ. അതിൻ്റെ 25 വായിക്കുന്നത്: തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവനല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവം നല്ലവനാണ്. ദൈവം നമ്മെ ഒരു ഡ്യൂട്ടി, ഒരു ജോലി, ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആമേൻ. അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായം 19 തൊട്ട്: അവൻ നമ്മുടെ വംശത്തിൽ ഉപായം പ്രയോഗിച്ചു, നമ്മുടെ പിതാക്കന്മാരെ പീഡിപ്പിച്ചു, അവരുടെ ശിശുക്കൾ ജീവനോട് ഇരിക്കരുത് എന്ന് വെച്ച് അവരെ പുറത്തിടിവിച്ചു. ആ കാലത്ത് മോശ ജനിച്ചു, ദിവ്യസുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പൻ്റെ വീട്ടിൽ പോറ്റി. പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവോന്റെ മകൾ അവനെ എടുത്ത് തൻ്റെ മകനായി വളർത്തി. മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. ആമേൻ. ഈ മോശയാണ് ദൈവം ഏൽപ്പിച്ചത് എന്തെന്ന് മനസ്സിലാക്കിയ മോശ. ഹല്ലേലൂയ. തന്നെ നിയമിച്ചാക്കിയവന് അവൻ വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങളെ ദൈവം എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിങ്ങളെ അധികാരികൾ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ മറ്റാരെങ്കിലും എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൻ്റെ ആലോചന ഞാൻ നിങ്ങൾക്ക് കൈമാറട്ടെ. നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം നമ്മൾ മോശയെക്കുറിച്ച് കാണുന്നത്, ദൈവഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നു. First, that he was faithful to the one who had appointed him. Then he was faithful in all his house as his servant. ഒരു ദാസൻ എന്ന രൂപത്തിൽ ദൈവഭവനത്തിൽ ദൈവത്തിൻ്റെ ഒരു ദാസൻ എന്ന പോലെ താൻ വിശ്വസ്തനായിരുന്നു. സംഖ്യാപുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതായിരുന്നല്ലോ,
അഹരോനും മിര്യാമും മോശയ്ക്ക് വിരോധമായി സംസാരിച്ചപ്പോൾ മോശ ഒന്നും തിരിച്ചു പറഞ്ഞില്ല. പക്ഷേ യഹോവ അത് കേട്ടു. യഹോവ അഹരോനെയും മിര്യാമിനെയും വിളിച്ച് വഴക്ക് പറയുന്നു. മിര്യാം കുഷ്ഠരോഗിണിയായി തീർന്നു. ഇതൊക്കെ നമ്മൾ കേട്ടു. മോശ ശ്രദ്ധിച്ചതേയില്ല. പക്ഷെ യഹോവ അത് കേട്ടു. വളരെയധികം, അതായത് ഒരു ദാസൻ എന്ന രീതിയിൽ തന്നെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ മാത്രമല്ല, ദൈവഭവനത്തിൽ മോശ വിശ്വസ്തനായിരുന്നു. മൂന്നാമത് നമ്മൾ കാണുന്നത് പാപത്തിൻ്റെ തൽക്കാല ഭോഗം നിരസിച്ചു മോശ. ഇബ്രാഹിം 15 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മിസ്രയീമ്യ കൊട്ടാരത്തിൽ ഫറവോന്റെ പുത്രിയുടെ മകനായി എല്ലാ സുഖസൗകര്യങ്ങളോടും സുഖലോലുപതയോടും റോയൽ അഥവാ എന്ന് പറഞ്ഞാൽ രാജകീയമായ പ്രൗഢികളോടും കൂടി ജീവിച്ച മോസസിന് എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു, ഏതറ്റം വരെയും പോകാമായിരുന്നു. എന്നാൽ നാം വായിക്കുന്നത് പാപത്തിൻ്റെ തൽക്കാല ഭോഗം നിരസിച്ചവനായിരുന്നു മോശ. എന്തുകൊണ്ട്? ബിക്കോസ് ഹി വാസ് ഫെയ്ത്ത്ഫുൾ. തന്നെ ഏൽപ്പിച്ചത് ദൈവമാണ്. തന്നെ ഈ ഒരു പരിധി വരെ, ഈ ഒരു പരുവം വരെ, ഈ ഒരു അവസ്ഥ വരെ തന്നെ വളർത്തിക്കൊണ്ട് വന്നത് ദൈവമാണെന്ന് മോശയ്ക്ക് അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മറന്നു പോകല്ലേ, എല്ലാ എബ്രായ ആൺകുഞ്ഞുങ്ങളെയും നൈൽ നദിയിലിട്ട് കൊന്നുകളയുമ്പോൾ ഈ മോശ എന്ന പൈതലിനെ മാത്രം ദൈവം സൂക്ഷിച്ച് വളർത്തി. മോശയ്ക്ക് അതറിയാമായിരുന്നു. ആമേൻ. അതുകൊണ്ട് മോശ പറഞ്ഞു, എൻ്റെ ലക്ഷ്യം, എൻ്റെ ജീവിതത്തിലെ സുപ്രധാന ലക്ഷ്യം എന്താണ്? തൽക്കാല ഭോഗം, തൽക്കാല സുഖം തരുന്ന പാപങ്ങളിൽ രസിച്ച് കഴിയുകയല്ല. നാലാമത് നമ്മൾ കാണുന്നത് മോശ വിശ്വസ്തനായി എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കാണുന്നത് മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് താൻ എണ്ണി. മിസ്രയീമിലെ ധാരാളം അനുഗ്രഹങ്ങൾ, റോയൽ, ആമേൻ, രാജകീയമായ എല്ലാ പ്രൗഢികളും തനിക്കുണ്ടായിരുന്നു. എന്ത് വേണമെങ്കിലും തനിക്ക് ലഭിക്കുമായിരുന്നു. എന്നാൽ അവിടെ തന്നെ താൻ നിന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അടുത്ത ഫറവോനായി തീരാൻ സാധ്യതയും ഉണ്ടായിരുന്നു. കാരണം മോശ മിടുക്കനായിരുന്നു. ആമേൻ. എന്നാൽ മോശ എന്ത് ചെയ്തെന്നറിയാമോ? മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. എന്താ ക്രിസ്തുവിൻ്റെ നിന്ന എന്ന് പറയാൻ കാര്യം? ആമേൻ. വരാനിരിക്കുന്ന പ്രതിഫലം, വരാനിരിക്കുന്നതായ കാര്യത്തെ കണ്ട് മോശ അതിനു വേണ്ടി തന്നെ തൻ്റെ ജീവിതം അർപ്പിച്ചു കൊടുത്തു. ആമേൻ. അതാണ് അടുത്ത ക്വാളിറ്റി ആയിട്ട് കാണുന്നത്. തനിക്ക് ലഭിക്കാനുള്ള പ്രതിഫലം മോശ നോക്കി. തനിക്ക് ലഭിക്കാനുള്ള പ്രതിഫലം ഇവിടെ അല്ല എന്ന് മോശയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. ഉയരത്തിലാണത്, ഇവിടെയല്ല പ്രതിഫലം. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ ഭൂമിയിൽ പ്രതിഫലത്തിനായിട്ട് നോക്കുന്നവരാണോ നമ്മൾ? ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ ദാസൻ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ആമേൻ. ഈ ഭൂമിയിൽ പ്രതിഫലേച്ഛയ്ക്കായി, ഈ ഭൂമിയിൽ എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടുന്നതിനായി നാം നമ്മുടെ സമയവും അധ്വാനവും ഒക്കെ ചെലവഴിക്കുന്നവരാണോ പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. ഉയരത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലത്തിനായിട്ട് കാത്തിരിക്കുവാൻ, അതാണ് നമ്മുടെ വിശ്വസ്തത എന്ന് പറയുന്നത്. ആറാമത് നമ്മൾ കാണുന്നത് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് താൻ നിരസിച്ചു. ഏറ്റവും വലിയ ഒരു അഭിമാനമുള്ള, അല്ലെങ്കിൽ ഏറ്റവും നേട്ടമുണ്ടാകാവുന്ന ഒരു സ്ഥാനം, താൻ ഫറവോന്റെ പുത്രിയുടെ മകനല്ല, എങ്ങനെയോ അങ്ങനെ വന്നുപെട്ടു. ഫറവോന്റെ പുത്രി എടുത്ത് വളർത്തിയത് കൊണ്ട് താൻ അങ്ങനെ ആയിത്തീർന്നു. തന്നോട് ആരും ചോദിക്കത്തില്ലായിരുന്നു നീ ആണോ അല്ലയോ എന്ന്. അങ്ങനെ തന്നെ വളരാമായിരുന്നു. താനത് നിരസിച്ചു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ അനേക സൗഭാഗ്യങ്ങളും ഒക്കെ നമ്മെ തേടി വരുമ്പം കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമായി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി നാം സ്റ്റെപ്പുകൾ വെച്ചാൽ പ്രിയമുള്ളവരെ പിന്നീട് നമുക്ക് ദുഃഖിക്കേണ്ടി വരും. ഹല്ലേലൂയ.
അങ്ങനെ പോയ ഒരുപാട് പേരെക്കുറിച്ച് നമുക്ക് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഒരു കാലത്ത് കർത്താവിന് വേണ്ടി ശക്തിയോടെ വീറോടെ സുവിശേഷത്തിന് വേണ്ടി നിന്ന് പലരും ഇന്ന് ആ സുവിശേഷ രണാങ്കണത്തിൽ ഇന്ന് ഇല്ല എന്നോർക്കണം. വീണുപോയി. ആമേൻ. താൻ നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അനേക ആളുകൾ, മിടുക്കന്മാരും മിടുക്കുകളും ഒക്കെ വീണുപോയ ഒരു മണ്ണിലാണ് ഞാനും നിങ്ങളും കാലുറപ്പിച്ച് നിൽക്കുന്നതെന്ന് ഓർക്കണം. കർത്താവിൻ്റെ വചനമുണ്ടല്ലോ, പുരാതന ദൈവം നമ്മുടെ സങ്കേതം, കീഴ ശാശ്വത ഭുജങ്ങളുണ്ട്. ഹല്ലേലൂയ. രാത്രി എത്ര പേര് അതോർത്ത് കർത്താവിനെ സ്തുതിക്കും. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഇന്ന് നിൽക്കുന്നത് പുരാതന ദൈവം സങ്കേതമായിരിക്കുന്ന തൻ്റെ ശാശ്വത ഭുജങ്ങളിലാണെന്ന് ഓർക്കണം. ദൈവമാണ് നമ്മെ നിർത്തിയിരിക്കുന്ന ബോധ്യം നമുക്കുണ്ടാകണം. നാം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ മണ്ണ് മാറിപ്പോകാൻ വളരെ എളുപ്പമാണ്. ആസാബ് വിളിച്ചു പറയുന്നുണ്ടല്ലോ 71 സങ്കീർത്തനത്തിൽ, യഹോവ ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്ന നിശ്ചയം, എന്നാൽ ഞാൻ എൻ്റെ കാലുകൾ ഏകദേശം വഴുതിപ്പോയി, എൻ്റെ കാലിൽ കാലടികൾ ഇടറിപ്പോയി. ആമേൻ. ആസാബിന് തനിക്ക് ഒരുപാട് അബദ്ധം പറ്റി. താൻ മറ്റുള്ളവരെ നോക്കി അസൂയപ്പെടുവാൻ തുടങ്ങി. ദുഷ്ടന്മാരുടെ അഹങ്കാരം കണ്ടിട്ട് തനിക്ക് വളരെ വിഷമമുണ്ടായി. ഹി ഗോട്ട് ഇറിറ്റേറ്റഡ്. ആമേൻ. ബട്ട് ഹി സെഡ്, ആസാബ് പറഞ്ഞു, ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു. അവിടെ അന്ത്യം എന്താകുമെന്ന് ഞാൻ മനസ്സിലാക്കി. നിശ്ചയമായും നീ അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. All these people who are flourishing upon the earth today in front of you, my dear friends, they are all standing on a slippery ground. Hallelujah. ഇന്ന് അനുദിനം പച്ച പിടിച്ച് തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന അനേക ആളുകളെ കണ്ട് ചിലപ്പോൾ നമുക്ക് അസൂയ തോന്നാം. എന്നാൽ ദൈവത്തിന്റെ വചനം ശക്തമായും വ്യക്തമായും രാത്രി ഉറപ്പിച്ചു പറയുന്നു, അവരെല്ലാവരെയും നിശ്ചയമായും ദൈവം വഴുവഴുപ്പിലാണ് നിർത്തിയിരിക്കുന്നത്. ഏത് സമയത്തും അടിതെറ്റിപ്പോകാം, ഏത് സമയത്തും കാലുറയ്ക്കാതെ പോകാം, ഏത് സമയത്തും അവർ നിവദിച്ചു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ എന്നെയും നിങ്ങളെയും ദൈവം നിർത്തിയിരിക്കുന്ന എവിടെയാണെന്നറിയാമോ? നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, പിന്നെ നീ എന്നെ മഹത്വത്തിലേക്ക് കൈപിടിച്ചു നടത്തും. അങ്ങനെ ഞാൻ എല്ലായ്പ്പോഴും കർത്താവിനോട് കൂടിയായിരിക്കും. ആസാബിനെ തൻ്റെ അബദ്ധം പറ്റിയത് മനസ്സിലായി. താൻ തിരികെ വന്നു. കർത്താവ്, ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി, എന്നോട് ക്ഷമിക്കണമേ. ഐ എം സോ ഹാപ്പി ലോർഡ്. രോഗം വരട്ടെ, പ്രശ്നം വരട്ടെ, പ്രതികൂലം വരട്ടെ, ബുദ്ധിമുട്ടുകൾ വരട്ടെ, വൈതരണികൾ വളർന്നു വരട്ടെ, നഷ്ടമെല്ലാം ഉണ്ടാകട്ടെ, പക്ഷേ എന്നെ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. somebody is catching me, somebody is catching hold of my hands. ആമേൻ. ഒരുവൻ എന്നെ പിടിച്ചിട്ടുണ്ട്. പുരാതന ദൈവം തൻ്റെ ശാശ്വത ഭുജം കൊണ്ട് എന്നെ പിടിച്ചിരിക്കുന്നു. ഇന്നൊരു പക്ഷേ കാര്യങ്ങൾ ശരിയായിട്ട് പോകുന്നില്ലായിരിക്കാം, സാരമില്ല. പക്ഷേ എനിക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ, എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഈസ് അവൈറ്റിംഗ്. ആമേൻ. എനിക്കൊരു നല്ല സുദിനമുണ്ട്, അതെന്നെ മാടി വിളിക്കുന്നു. പൗലോസ് പറയുന്നുണ്ടല്ലോ, റോമാലേഖനം 8-ാം അധ്യായത്തിൽ, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ആമേൻ. അതേ പ്രിയമുള്ളവരെ, നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ്സിനെ നാം നോക്കിയാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. നെവർ മൈൻഡ്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ തനിക്ക് ലഭിക്കാനുള്ള പ്രതിഫലമൊക്കെ നോക്കിയിട്ട് മോശ പറഞ്ഞു, ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് എനിക്ക് വേണ്ട. അടുത്ത നമ്മൾ കാണുന്ന 7-ാം വാക്യം, രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. ആമേൻ. എന്ത് കിട്ടി മോശയെ ചോദിച്ചാൽ ഒന്നും കിട്ടിയില്ല. രാജകീയ പ്രൗഢിയോടെ രാജകൊട്ടാരത്തിൽ വളരെ സുഖലോലുപമായ ജീവിതം കഴിച്ചു വരുന്ന മോശ 40-ാം വയസ്സായപ്പോൾ താൻ പെട്ടെന്ന് കൊട്ടാരം വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. ഹല്ലേലൂയ. ആ മരുഭൂമിയിൽ 40 വർഷത്തോളം മോശ കർത്താവിൻ്റെ അരുളപ്പാട് പ്രതീക്ഷിച്ചുകൊണ്ട്, കർത്താവിൻ്റെ നിയോഗം പ്രതീക്ഷിച്ചുകൊണ്ട്, കർത്താവിൻ്റെ സമയത്തിന് തനിക്ക് ലഭിക്കാനുള്ള അരുളപ്പാടുകളെ നോക്കി പാർത്തുകൊണ്ട് മോശ കഴിഞ്ഞു. ആ 40 വർഷ കാലയളവിലൊന്നും അവിശ്വസ്തതയുടെ ഒരു പ്രവൃത്തി മോശയുടെ കറ്റിൽ നമ്മൾ കാണുന്നില്ല. പ്രിയപ്പെട്ടവർ,
അപ്പോഴാണ് നമ്മൾ കാണുന്നത് 40+40 എന്ന് പറയുമ്പോൾ 80 വയസ്സായപ്പോൾ മുൾപ്പടപ്പിൽ തീ കത്തുന്നത് കണ്ട് ഈ കാഴ്ച എന്താണെന്ന് നോക്കാൻ ഓടിച്ചെന്ന മോശ കാണുന്നത് മുൾപ്പടപ്പ് കത്തുന്നില്ല, പക്ഷേ തീ കത്തുന്നുണ്ട്. അവൻ നോക്കിയാറെ മുൾപ്പടപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടപ്പ് വെന്തു പോകാതിരിക്കുന്ന വലിയ കാഴ്ച എന്തെന്ന് ഞാൻ നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവന് വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് പറഞ്ഞു. എന്നിട്ട് ദൈവം തന്നെ പരിചയപ്പെടുത്തുക മോശയോട്, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. നോക്കിയാലും കാണത്തില്ല, ദൈവത്തെ കാണാൻ കഴിയത്തില്ല. ആമേൻ. അങ്ങനെ മോശ നിയോഗിച്ചയച്ച ഒരു ദൈവത്തെയാണ് നമ്മളവിടെ കാണുന്നത്. അതുകൊണ്ടാണ് 8ാമത്തെ കാര്യം ഇതാണ് മോശയുടെ വിശ്വസ്തത തെളിയിക്കുന്നത്. അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ഒരു മോശ. പ്രിയമുള്ളവരെ, നമ്മളും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. യേശു ജീവിച്ചിരുന്ന കാലത്തല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഏകദേശം 2000 ചിലവാനും വർഷം കഴിഞ്ഞിട്ടില്ലേ? ആമേൻ. നമുക്കും ഈ ദൈവത്തെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ കാണാത്ത ദൈവത്തെയാണ്, അദൃശ്യ ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിക്കാനും നമുക്കും നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം കാണാൻ കഴിയാത്ത ഒരു ദൈവമാണ്. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് അത് ഓർപ്പിക്കുന്നുണ്ട്. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ആമേൻ, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഒരു മോശ അങ്ങനെ പറഞ്ഞുവെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവമക്കളാകുന്ന നമ്മൾ പറയുന്ന ഇതാണ്, അവനെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും കാണാതെ വിശ്വസിക്കുന്നു, കാണാതെ സ്നേഹിക്കുന്നു, കാണാതെ അനുസരിക്കുന്നു, കാണാതെ അവനോട് അടുത്തിരിപ്പാൻ ആഗ്രഹിക്കുന്നു. അവൻ പറയുന്നതെല്ലാം നമ്മൾ കേൾക്കുന്നു. ഹല്ലേലൂയ. വിശ്വസ്തത പാലിക്കുന്നതിനുള്ള അടുത്ത ഗുണം കണ്ടോ? അദൃശ്യ ദൈവത്തെ കണ്ടിട്ടും, ദൈവത്തെ കാണാൻ കഴിയാതിരുന്നിട്ടും അദൃശ്യ ദൈവമാണെന്ന് കണ്ടിട്ടും കണ്ടതുപോലെ ഉറച്ചു നിന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൻ്റെ ആ ശക്തമായ പ്രതിഫലനമാണ് നമ്മളിവിടെ കാണുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ വിശ്വസ്തതയിൽ നാം ഏത് അറ്റം വരെ ചെന്നിട്ടുണ്ട്. സ്തോത്രം. അടുത്ത ഒരു കാര്യം, 9ാമത്തെ കാര്യം മോശയെക്കുറിച്ച് കാണുന്നത് ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്ന തിരഞ്ഞെടുത്തു. ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് മോശ തിരഞ്ഞെടുത്തു. ദൈവം അവനെ വിളിച്ചു, വേർതിരിച്ചു. 80ാമത്തെ വയസ്സിൽ മുൾപ്പടപ്പിന്റെ നടുവിൽ പ്രത്യക്ഷനായ ദൈവം മോശയോട് പറഞ്ഞു, മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്നും എന്റെ ജനത്തെ വിടുവിപ്പാൻ ഞാൻ നിന്നെ നിയോഗിക്കുന്നു മോശ എന്ന് ദൈവം മോശയോട് പറഞ്ഞു. മോശയ്ക്ക് വളരെ ഭയമായി. കാരണം ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്നും വളരെ ഭയപ്പാടോടെ പലായനം ചെയ്ത് രക്ഷപ്പെട്ടു വന്ന മോശയാണ്. ഇനി ആ ഒരു അന്തരീക്ഷത്തിലേക്ക്, ആ സാഹചര്യത്തിലേക്ക് തനിക്ക് എങ്ങനെ തിരികെ പോകാൻ കഴിയും? ദൈവം മോശയോട് പറയുന്നു, കനാന്യരുടെ ദേശത്തേക്ക് അവരെ കൊണ്ടുപോകാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമിൽ അവർ ഞെരുക്കുന്ന ഞെരുക്കം ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ നീ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. ആമേൻ. മോശ എന്താ പറയുന്നത് നോക്കിയേ. മോശ ദൈവത്തോടെ ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. മോശയ്ക്ക് ഭയമായി. മോശയോട് പറഞ്ഞു, സാരമില്ല, കുഴപ്പമില്ല, നിനക്ക് കൂട്ടിന് ഞാൻ അഹരോനെ കൂടെ നിന്റെ കൂടെ അയക്കാം. അങ്ങനെ മോശയും അഹരോനും കൂടെ ആ വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അത് മിസ്രയീമിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്.
മിസ്രൈമിൽ എന്തുവാ? സുഖസൗകര്യമായ ജീവിതമാണോ? അല്ല. ദൈവജനത്തിൻ്റെ വിടുതലിലൂടെ എന്തെല്ലാം പ്രതികൂലങ്ങളിലൂടെ മോശയ്ക്ക് കടന്നു പോകേണ്ടി വന്നു. ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുന്നത് തിരിഞ്ഞ് ഫറവോന്റെ കയ്യിൽ നിന്നുള്ള ഉപദ്രവം, ദൈവജനത്തിൻ്റെ തന്നെ ഇടയിൽ നിന്നുള്ളതായ ഉപദ്രവം, പല രീതിയിൽ മോശ അസ്വസ്ഥനായി. പലപ്പോഴും മോശയ്ക്ക് സങ്കടമുണ്ടായി. ബട്ട് ഹി ഹാസ് ചോസൺ ദി എക്സലന്റ് പാർട്ട്. ആമേൻ. അടുത്ത നമ്മൾ 10ാമത് കാണുന്നത്, കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. മോശ ആരെയും കണ്ടില്ല. മോശയ്ക്ക് കൽപ്പന കിട്ടി, കട്ടിളക്കാൽമേലും കുറുമ്പടിമേലും ആട്ടിൻകുട്ടിയുടെ രക്തമെടുത്ത് പുരട്ടുക. അർദ്ധരാത്രിയാകുമ്പോൾ സംഹാരദൂതൻ കടന്നു വരും. ഏതെങ്കിലും ഭവനങ്ങളിൽ കട്ടിളക്കാൽമേലോ കുറുമ്പടിമേലോ രക്തം പുരണ്ടാതിരിക്കുന്നത് കണ്ടാൽ ആ ഭവനത്തിലെ ആദ്യജാതൻ കൊല്ലപ്പെടുമെന്ന് പറഞ്ഞു. മോശ വിശ്വാസത്തോടെ തൻ്റെ ജനത്തോടെല്ലാം പറഞ്ഞ് എല്ലാവരെയും കൊണ്ട് അത് ചെയ്യിപ്പിച്ചു. അങ്ങനെ അർദ്ധരാത്രിയിൽ ആദ്യജാതൻ കടന്നു എല്ലാവരുടെയും കൊല്ലപ്പെടുവാനിടയായി. ഇസ്രായേൽ മക്കളുടെ ആരുടെയും ആദ്യജാതന്മാർ കൊല്ലപ്പെട്ടില്ല. ആമേൻ. 11ാമത് നമ്മൾ കാണുന്നത്, മോശയെക്കുറിച്ച് കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടി നടന്നു. ആമേൻ. ചെങ്കടൽ വിഭാഗിച്ച് ദൈവം നൽകി. ആദ്യമായിട്ട് ബൈബിളിലെ തിരുവചനത്തിൽ ആദ്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന കടലിലൂടെ നടക്കുന്ന ഒരു അനുഭവമാണ് ചെങ്കടലിലൂടെ നടക്കുന്ന അനുഭവം. എങ്ങനെയാ വിശ്വസിക്കാൻ പറ്റുക? ആർക്ക് ധൈര്യമുണ്ട് മുമ്പോട്ട് പോകാൻ? 14ാം അധ്യായത്തിന്റെ പുറപ്പാട് പുസ്തകം. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ മോശയോട്, മിസ്രയീമിൽ ശവക്കുടി ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ചെയ്തത് എന്ത്? മിസ്രയീമിലേക്ക് വേല ചെയ്യാൻ ഞങ്ങളെ വിട്ട് അയക്കണമെന്ന് പറഞ്ഞു എന്ന് നിന്നോട് ഞങ്ങൾ പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രയീമിലേക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. നോക്കണമേ, വളരെ കഷ്ടപ്പെട്ട് വളരെ ത്യാഗം സഹിച്ച് റിസ്ക് എടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന ജനം മോശയോട് വിളിച്ചു പറയുന്നത്. അതിന് മോശ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. എന്തെങ്കിലും മുമ്പിൽ കണ്ടിട്ടാണോ പറഞ്ഞ്? ഒന്നും കണ്ടില്ല, ഒന്നും നടന്നിട്ടില്ല, ഒരു ലക്ഷണവുമില്ല, ഒരു എവിഡൻസും അവിടെ ഇല്ല. മോശയുടെ വിശ്വാസം. തന്നെ നിയമിച്ചാക്കിയവൻ, തന്നെ ജോലി ഏൽപ്പിച്ചവൻ, അവനോട് വിശ്വസ്തത പുലർത്തണമെന്ന് മോശയ്ക്ക് വളരെ നിർബന്ധമായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ യഹോവ മോശയെ വിളിച്ചത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക, വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്ക എന്ന് പറഞ്ഞു. മോശ വടിയെടുത്ത് കൈ നീട്ടി, ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു. ആമേൻ. കരയിലെന്ന പോലെ ലാൻഡിൽ കൂടി എങ്ങനെ നമ്മൾ നടന്നു പോകുമോ അതുപോലെ ഒരു ഭയപ്പാടും കൂടാതെ മോശയും ഇസ്രായേൽ മക്കളും കരയിലെന്ന പോലെ ചെങ്കടലിന്റെ നടുവിൽ കൂടി നടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശ വിശ്വസ്തത പാലിച്ചു. 12ാമത്തെ കാര്യം, അവസാനത്തെ കാര്യം, he did not react or he did not take any revenge to anyone. ആരോടും പ്രതികാരം ചെയ്യാതെ തന്നെ സൂക്ഷിച്ചു. മോശയ്ക്ക് അറിയാവുന്ന തന്നെ ഏൽപ്പിച്ച ദൈവമാണ്, തന്നെ ഇവിടെ ആക്കി വെച്ച ദൈവമാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യാൻ പാടില്ല. ആമേൻ. നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വസ്തതയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പല ഭാഗങ്ങളായി നമ്മെ സൂക്ഷിച്ച് നമ്മളോട് പറയുന്നൊരു കാര്യം, നമ്മളെല്ലാം കാര്യവിചാരം, വി ആർ ഓൾ സ്റ്റുവാർഡ്സ്. കാര്യവിചാരകന്മാരിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ? വിശ്വസ്തത. ഇഫ് എ സ്റ്റുവാർഡ് ഈസ് അൺഫെയ്ത്ത്ഫുൾ then he cannot be called a steward. ഒരു കാര്യവിചാരകൻ അവിശ്വസ്തനായിരുന്നാൽ അവനെ ആ കാര്യം ഏൽപ്പിക്കാൻ പിന്നെ പറ്റത്തില്ല. യജമാനൻ അവനെ അതിൽ നിന്ന് മാറ്റും. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വർഗീയ യജമാനായ ദൈവം നമ്മെ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. കുടുംബം, ജോലി, ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവരുടേതായ ബന്ധത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ,
ശുശ്രൂഷ സംബന്ധമായി, വിശ്വാസ സംബന്ധമായ പല കാര്യങ്ങളും ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. നാം അതിലെല്ലാം വിശ്വസ്തരാണോ? ദൈവം ഏൽപ്പിച്ചതിനെ ദൈവത്തിന് ലാഭമുണ്ടാക്കാനായിട്ടില്ലേ നമ്മെ ഏൽപ്പിച്ചത്? ദൈവത്തിന് പ്രയോജനകരമായ ശുശ്രൂഷ ചെയ്യാനല്ലേ ദൈവം നമ്മെ ഏൽപ്പിച്ചത്? ഏൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസ്തത പാലിപ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മെ തന്നെ ഇന്ന് രാത്രി ശോധന ചെയ്യണമേ. ആമേൻ. ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. എവിടെയെല്ലാം നാം അവിശ്വസ്തരായി എന്ന്, എവിടെയെല്ലാം നമുക്ക് വിശ്വസ്തത പാലിക്കാൻ കഴിഞ്ഞുവെന്ന്, എവിടെയെല്ലാം നമ്മൾ നേരോട് നടന്നുവെന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. നേരോട് നടക്കുന്നവർക്ക് അവന് നന്മയും മുടക്കം വരുത്തുകയില്ല എന്ന് സംഖ്യത്തിന് 84:11 നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്വസ്തയോടെ, നേരോടെ, ആമേൻ, ദൈവസ്ഥലിൽ നിന്നാൽ ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സ്ഥാനത്തെത്തിക്കും. പ്രിയമുള്ളവരെ, നാം എല്ലാവരും നമുക്ക് മുമ്പിൽ ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്. ആ ലക്ഷ്യസ്ഥാനം നോക്കിയാണ് നാം യാത്ര ചെയ്യുന്നത്. ലക്ഷ്യമില്ലാതെ ആരും ഈ ലോകത്തിലായി ആയിരിക്കുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആമേൻ. അങ്ങനെയെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്തെത്തോളം വിശ്വസ്തയോടെ നമുക്ക് മുമ്പോട്ട് നീങ്ങേണ്ടത് ആവശ്യമുണ്ട്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല. ഫിലിപ്പിയർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ദൈവം വിശ്വസ്തനാ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം നാം വിശ്വസ്തരായിരിക്കണം. ആമേൻ. പൗലോസ് പറയുന്നുണ്ടല്ലോ, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കും. നമ്മെ ഏൽപ്പിച്ച ഏത് മേഖലകളാകട്ടെ, എല്ലായിടത്തും വിശ്വസ്തത പാലിക്കാൻ, കൊടുക്കൽ വാങ്ങലുകൾ, ഈവൻ ബജാറിൽ പോയാലും പെട്രോൾ അടിക്കാൻ പോയാലും എവിടെ പോയാലും നമ്മൾ വിശ്വസ്തത പാലിക്കണം. നമ്മുടെ എല്ലാ ഈച്ച് ആൻഡ് എവറി ഡീലിങ്സ്, കാരണം ഇതെല്ലാം ദൈവം ഉയരത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. അതുകൊണ്ട് ഈ രാത്രി നമുക്ക് വിശ്വസ്തത പാലിക്കാം. നമ്മുടെ സബ്ജക്റ്റ് ഇതാണ്, വിശ്വസ്തത നോക്കുന്ന ദൈവം. ഇന്ന് നമ്മൾ കണ്ടത് നമ്മൾ എവിടെ വിശ്വസ്തരായിരിക്കണം. അതിന് ഉദാഹരണമായി മോശയുടെ ജീവിതത്തെ പരിശോധിക്കാനിടയായി. ആമേൻ. ഈ രാത്രി നമുക്ക് ഈ വചനം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇട്ട് തരിക. നമുക്ക് വിശ്വസ്തരാകാൻ കഴിയുമോ? ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ വഴി നടത്തി മോശ കൊണ്ടുവന്നു. മോശ വിശ്വസ്തനായിരുന്നത് കൊണ്ട് മോശയുടെ അവസാന സമയവും ദൈവം മോശയോടും വിശ്വസ്തത കാണിച്ചു. 1-2 കാര്യങ്ങളുള്ളത് കൊണ്ട് മോശയ്ക്ക് കനാൻ ദേശത്ത് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ലെങ്കിലും മോശയെ പിസ്ഗാ മകളിലിന് മുകളിൽ കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ എല്ലാ ദേശവും മോശയെ ദൈവം കാണിച്ചിട്ട് പറഞ്ഞു, ഇതാ ഈ ദേശത്താണ് ഇസ്രായേൽ മക്കൾ ചെന്നെത്താൻ പോകുന്നത്, പക്ഷെ നീ അവിടെ കടക്കത്തില്ല. നീ ഇന്ന് ഇവിടെ വെച്ച് ഇപ്പോൾ മരിച്ച് നിന്റെ ജനത്തോട് ചേരും. മോശയുടെ ശവം യഹോവ തന്നെ അടക്കി എന്ന് നമ്മൾ കാണുന്നു. സ്തോത്രം. ഇന്ന് വരെ ആർക്കും അത് അറിയത്തില്ല എവിടെയാണ്. മോശയെക്കുറിച്ച് അവിടെ വായിക്കുന്ന ആവർത്തന പുസ്തകത്തിന്റെ അവസാന വാക്കുകൾ വായിക്കുന്ന ഇങ്ങനെയാണ്. അത് വായിക്കുമ്പോഴേക്ക് നമുക്കൊരു കോരിത്തീർപ്പുണ്ടാക്കുന്ന വാക്യങ്ങളാണ്. ആവർത്തന പുസ്തകത്തിന്റെ അവസാന അധ്യായം, ഞാൻ നിന്നോട് സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇത് തന്നെ, എന്നാൽ ഞാൻ നിന്റെ കണ്ണിന് കാണിച്ചു തന്നു, നീ അവിടേക്ക് കടന്നു പോകുകയില്ല എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു. അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. അവനെ മോവാബ് ദേശത്ത് ബെത്പെയോറിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി. എങ്കിൽ ഇന്നുവരെയും അവൻ്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. അടുത്ത വാക്യം വളരെയധികം ഉത്തേജനം തരുന്ന ഒരു വാക്യമാണ്. ആമേൻ. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവൻ്റെ കണ്ണ് മങ്ങാതെയും അവൻ്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. ആമേൻ. അതിൻ്റെ അവസാന വാക്യം ഇങ്ങനെയാണ്, എന്നാൽ മിസ്രയീം ദേശത്തെ ഫറവോനോടും അവൻ്റെ സകല ഭൃത്യന്മാരോടും അവൻ്റെ സർവ്വ ദേശത്തോടും ചെയ്യുവാൻ യഹോവ മോശയോ നിയോഗിച്ചയച്ച സകല അത്ഭുതങ്ങളും ഭുജവീര്യവും എല്ലാ ഇസ്രായേലും കാണുക മോശ പ്രവർത്തിച്ച ഭയങ്കര കാര്യമൊക്കെയും വിചാരിച്ചാൽ യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ
ഒരു പ്രവാചകൻ ഇസ്രയേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ആവർത്തന പുസ്തകം അവസാനിക്കുകയാണ്. ആമേൻ. What a great personality was Moses. What a great life was Moses' life. Why? What is the reason? The sole reason is that he was faithful to what was committed unto him. He was faithful to what was entrusted to him. He was faithful in the house of God. He was faithful to the one who had appointed him. തന്നെ നിയമിച്ചാക്കിയവന് മോശ വിശ്വസ്തനായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മെ ഓരോ സ്ഥാനങ്ങളിൽ അവരോധിച്ചിരിക്കുന്നത് ദൈവമാണെന്നുള്ള ചിന്ത നമ്മൾ ഉണ്ടായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താലും, കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്താലും തിന്നാലും കുടിച്ചാലും എല്ലാം കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം പിതാവാ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ചെയ്യുവീൻ. വാക്കിനാലോ ക്രിയയാലോ തിന്നുകയോ കുടിക്കുകയോ എന്ത് ചെയ്താലും സകലവും കർത്താവ് യേശു ക്രിസ്തു മൂലം പിതാവാ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വസ്തയോടെ മുമ്പോട്ട് പോകാൻ ഇന്ന് രാത്രി ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. God bless you.